ഈ ഒരു മരത്തിന് എന്താണ് പേര് പറയുക? നമുക്കറിയാവുന്നൊരു പേര് തൊണ്ടിമരം എന്നാണ് കേട്ടോ. ഇത് കാട് കൂടാറുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഇതിലൊരു തരം വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ? ഈ വള്ളിയല്ല, ഒരു തരം കായുണ്ട്. ഇത് ചില സമയത്ത് പഴുത്ത് നല്ലൊരു മഞ്ഞയോ ചുവപ്പോ ഒക്കെ നിറവായിട്ട് ഇങ്ങനെ വരും. 3 കളർ ചേഞ്ചായി വരും. ആദ്യം പച്ച, പിന്നെ മഞ്ഞ, പിന്നെ ചുവപ്പ്. മുണ്ടക്കയത്ത് നിന്നും വള്ളിയാങ്കാവൊക്കെ പോകുന്ന വഴിയാണ് 35-ാം മൈൽ. ദൂരെ നമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലൊക്കെ കാണാം. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന കൈതപ്പാടങ്ങളാണ്. ഈ മേഖലയൊക്കെ ആദ്യം നല്ല റബ്ബർ തോട്ടമായിരുന്നു. റബ്ബറിന് പ്രായമായപ്പോൾ അത് വെട്ടിമാറ്റിയിട്ട് അവർ കൈത വെച്ചിരിക്കുകയാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് റോട്ടിലൊക്കെ ഇഷ്ടംപോലെ വണ്ടിയാണ്. ശബരിമലയ്ക്ക് പോകുന്നു, ടൂറായിട്ട് വരുന്ന ആൾക്കാരും അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങളപ്പം വഴി നിറച്ച്. ഇവിടെ പൈനാപ്പിളിൻ്റെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. താഴെ ഈ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളും കാണാം. ഇവിടെ വന്ന് അങ്ങോട്ടൊക്കെ നോക്കി, താഴെ നല്ല റബ്ബർ തോട്ടങ്ങളും പിന്നെ ഈ കൈതപ്പാടവും. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇവിടെ നിന്ന് കാണാം. നമുക്ക് ആ താഴത്തെ വഴിക്ക് പോയാലേ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, തിലകം പാർക്ക്. നമ്മുടെ സിനിമാ നടൻ തിലകൻ ചേട്ടൻ്റെ പേരിലുള്ളൊരു പാർക്കൊക്കെ അവിടെ. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പൈനാപ്പിൾ തോട്ടത്തിൽ നിന്ന് പറിച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ? നല്ല മധുരമുള്ള പൈനാപ്പിളാണേ. പരസ്യത്തിന് കെട്ടി തൂക്കിയിട്ടാണോ? 2-3 ചെറിയ കൈതച്ചക്കകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാർക്കും വേണ്ടായോ? അവിടെയും വെച്ചിരിക്കുന്ന കൈതച്ചക്കയാട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് കേട്ടോ. 35-ാം മൈലിലാണേ. ഇവിടെ നമുക്ക് പിന്നോട്ടൊരു വഴി കിടക്കുന്നതാണ്. തെക്കേമല ആ ഭാഗത്തൊക്കെ പോകുന്നതാണ്. പക്ഷേ നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ പുറകിലൊരു തിലകം പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കൊക്കെ ഉണ്ട്. നമ്മുടെ സിനിമാടൻ തിലകൻ ചേട്ടൻ്റെ പേരിലുണ്ടാക്കിയ ഒരു 35-ാം മൈലിൽ പെരുവന്താനം പഞ്ചായത്തിൻ്റെ കീഴിലൊരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ ആ വഴിക്ക് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാമെന്ന് ചോദിച്ച് പോവാണേ. അപ്പം നമുക്കെന്താ പോയിട്ട് വന്നാലോ? ഈ റോഡിൻ്റെ അപ്പുറം മുകളിലേ ചെറിയ റബ്ബർ മരങ്ങളും കൈതത്തോട്ടവും ഒക്കെയാണേ. വഴി സൈഡിലൊക്കെ കൈതച്ചക്ക ഒത്തിരി വിൽക്കുന്നുണ്ട്. KK റോഡാണിത്. ഇവിടെയൊക്കെ കൈതച്ചക്ക വിൽക്കുന്നുണ്ട്. നമുക്ക് ആ കൈതച്ചക്ക ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം നമുക്ക് മേടിയിലൊന്നും നടക്കുകയില്ല. പൈനാപ്പിൾ ഇവിടുത്തെ തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ച് ഇങ്ങനെ വിൽക്കാനിട്ടിരിക്കുന്നതാണ്. പൈനാപ്പിൾ കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ വഴി സൈഡിൽ കൂടെ ഒക്കെ. ചായ, കാപ്പി, പൈനാപ്പിൾ, കൂൾ ഡ്രിങ്ക്സ് ഇതുണ്ട്. ഇതെല്ലാം പൈനാപ്പിൾ കടകളാണ്. ഇവിടെയും ഉണ്ട്. ഈ തോട്ടത്തിൽ നിന്ന് പറിച്ച് ഇങ്ങോട്ട് ഇട്ട് വിൽക്കും അവർ. ഇവിടെ ഒരു അമ്മച്ചിയുടെ കടയുണ്ട്. എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം ആയിക്കോളൂ. ഇപ്പോൾ ഇവരുടെ കച്ചവടം ഈ വഴിയെ പോകുന്ന അയ്യപ്പന്മാരുടെ സ്വാമിമാരുടെ ഒക്കെ കച്ചവടമാണ്. അവരിങ്ങനെ വണ്ടി നിർത്തി പൈസ ഇരുന്നല്ല ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്നാൽ ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് കയറി പോവാം. പൈനാപ്പിൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇത് വള്ളിയാങ്കാവ് അമ്പലത്തിൻ്റെ ഒരു ആർച്ച് വെച്ചിരിക്കുന്നതാണ്. വള്ളിയാങ്കാവിനും നമുക്കിതിലേ പോകാം, തെക്കേമല പോകാം, പാഞ്ചാലിമേട് പോകാം. ഈയിടെ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇതിലെ നേരത്തെ റോഡൊക്കെ വളരെ മോശമായിരുന്നേ. ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്, പക്ഷേ അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ്. പ്രൈവറ്റ് റോഡെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു തോട്ടമുണ്ട് ഇതിനകത്ത്, കൊടിയും റബ്ബറും ഒക്കെ ആയിട്ട്. ഇവിടെ TR&TC എന്ന് എഴുതിയിട്ടുണ്ട്. TR&Tയുടെ എസ്റ്റേറ്റിൻ്റെ ഒരു പഴയ കെട്ടിടമായി കാണുന്നത് കേട്ടോ. ഇതിനൊക്കെ എത്ര വർഷം പഴക്കം കാണും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് അങ്ങോട്ട് നടന്നു പോകാനാണ് തോന്നുന്നത്. നല്ല സീനറി അങ്ങോട്ടേ. ഒരു സൈഡിൽ റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട്, ഇപ്പുറത്തെ സൈഡിൽ കൈതപ്പാടമൊക്കെ ആയിട്ട്.
ഈ കൈതപ്പാടം നമുക്ക് കുറച്ചിങ്ങനെ അടുത്തായിട്ട് കാണാവേ. അങ്ങോട്ട് നോക്കിയേ, കൈതയുടെ മുകളിൽ കൂടെ അവർ ഈ കച്ചിയോ ചപ്പോ എന്തൊക്കെ വലിച്ചിട്ടേക്കുന്നുണ്ടോ. അതെന്നാന്ന് വെച്ചാൽ അവിടെ ഈ കായ ഉണ്ടായി കാണും. കായ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വല്ലതും പറിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അതിന് മുകളിലിട്ട്, അല്ലെങ്കിൽ ഈ ചെടിക്ക് വല്ലാതെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം നമ്മൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇപ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ ഒത്തിരി പുതുക്കി പണിതിട്ടൊക്കെ ഉണ്ടേ, വലുതായിട്ട് പണിതിരിക്കുകയാണ്. നേരത്തെ അതിൻ്റെ പുറകിൽ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഇവിടെ ഒന്ന് നോക്കിയേ, കൈതപ്പാടം കണ്ടോ എന്തുമാത്രം നോക്കി. അവിടെ ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ട്. ചപ്പു വാരി അതിന് മുകളിൽ കൂടെ ഇട്ടുകൊണ്ടിരിക്കുക. കൈത ഇങ്ങനെ കുലച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കായൊക്കെ ആയിട്ടുണ്ട്. അത് ഈ തോട്ടത്തിൽ ഇതിൻ്റെ അപ്പുറത്തെ ഇച്ചിരൂടെ പഴയ തോട്ടമുണ്ട്, അവിടെ നിന്നാണ് പറിച്ച് അവർ വഴി സൈഡ് വെച്ച് ഇങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. തൊട്ട് മേളിലായിട്ട് നമുക്ക് KK റോഡ് ഇങ്ങനെ കാണുകയും ചെയ്യാം. ഈ വഴി പോകുന്നത് നേരെ പാഞ്ചാലിമേടും തെക്കേമല വള്ളിയാങ്കാവ് ആ ഭാഗത്തൊക്കെയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ കൈതപ്പാടങ്ങളും റബ്ബർ എസ്റ്റേറ്റുകളും ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനുള്ളത്. പാഞ്ചാലിമേടിലേക്കുള്ള ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് ഈ റോഡ് നന്നായി കഴിയുമ്പോൾ കുറച്ച് വികസനമൊക്കെ ആവുമേ ആ മേഖലയൊക്കെ. മണിക്കല്ല് എസ്റ്റേറ്റിലെ റബ്ബർ ഫാക്ടറിയാണ് ഞാൻ കാണുന്നത് കേട്ടോ. മണിക്കല്ല് റബ്ബർ ഫാക്ടറി. ഇവിടെ വന്നിട്ട് നമ്മൾ പിന്തിരിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ കണ്ടോ കൈതപ്പാടം ഒരു ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കുവാണേ. ഇത് പണ്ട് റബ്ബറായിരുന്നു. ആ റബ്ബർ വെട്ടി മാറ്റി കൈത വെച്ചപ്പോഴേ സ്ഥലത്തിൻ്റെ ഒരു പകിട്ട് തന്നെ മൊത്തത്തിൽ മാറി. ഇവിടെയൊക്കെ ഓരോ വീട് ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പഴയ വീടുകളാണേ. പക്ഷേ അതിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഓടൊക്കെ ഇട്ട് പഴയ ഓട് ഒക്കെ ആയിട്ടല്ലേ. ഇപ്പം നമ്മളിവിടെ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയേ. ഇവിടെയാണ് നമ്മുടെ ഈ തിലകം പാർക്കൊക്കെ ഉള്ളത്. രണ്ട് വഴികൾ തിരിയുന്നുണ്ട്. ആ പോകുന്ന വഴി വള്ളിയാങ്കാവൊക്കെ പോകുന്നു. ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴി തെക്കേമല പാഞ്ചാലിമേട് ഈ വഴിക്കൊക്കെ പോകാവേ. ഇവിടെ നേരത്തെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നേ. മണിക്കല്ല് ജംഗ്ഷനാണ് ഇത്. ഇവിടെ ബോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത്, പെഡൽ ബോട്ടുകളൊക്കെ. നമുക്കിവിടെ ഒരു തടയണൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ പഴയതല്ല, തിലകം പാർക്കായിട്ട് പണി കഴിപ്പിച്ചിരുന്ന ഇതായിരുന്നേ. ഇവിടെ ബോട്ടിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും പാർക്കായിട്ടോ അങ്ങനെയൊന്നും കാണുന്നില്ല. അവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്താണോ നിർത്തിപ്പോയത്. ഈ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയപ്പോൾ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഒരു നല്ലൊരു പാർക്ക് പദ്ധതി പോലത്തെ പരിപാടിയൊക്കെ ചെയ്യാവുന്നതാണ്. പണ്ടൊരിക്കലും ഇവിടെ വന്നപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ കാണാമായിരുന്നു. ഇന്നിപ്പോൾ ഒന്നും കാണുന്നില്ല. ഈ കാണുന്ന വെള്ളവും ഒക്കെ തന്നെ ഉള്ളൂ. കര വരെ ഒന്ന് പോയിട്ട് വരാം. ഈ പാലം കടന്ന് ഈ ഒരു ഡയറക്ഷനിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് പാഞ്ചാലിമേട്. അവിടെ ഒരു കവലയൊക്കെയാണ്. ഒന്നിട്ട് കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മണിക്കലിലെ പഴയ പാലം കേട്ടോ. സായിപ്പന്മാർ നിർമ്മിച്ച് ഇരുമ്പ് പാലം കണ്ടോ. അതിന് ഗാർഡറൊക്കെ കിടക്കുന്ന നോക്കി. ഇന്നും അതിന് വലിയ തകരാറൊന്നുമില്ലേ. വള്ളിയാങ്കാവ് പോയിട്ട് വരുന്ന ബസ്സാണ്. ഇതിലെ ബസ് സർവീസൊക്കെ ഉണ്ട് മുകളിലേക്ക്. തെക്കേമലൊക്കെയുണ്ട്, വള്ളിയാങ്കാവുണ്ട്. ഈ മണിക്കല്ല് പുഴയുണ്ടോ, ഈ പാലത്തിനടി കൂടെ ഇങ്ങനെ ഒഴുകി നമ്മുടെ മുണ്ടക്കേ ആറ്റിലേക്കാണ് ഇത് ചെന്ന് ചേരുന്നത്. ഇവിടെ നല്ല നാടൻ രീതിയിലുള്ളൊരു മാടക്കടയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കടകളൊക്കെ വളരെ കുറച്ചേ കാണാനുള്ളൂ. ഇവിടെ പണ്ട് മുതലുള്ള കുറേ പഴയ കെട്ടിടങ്ങളുണ്ട്. ഈ ഓടിട്ട വീടുകളൊക്കെ എനിക്കിതൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. ഈ പഴയ കെട്ടിടങ്ങളൊക്കെ ഇതൊക്കെ ഒരുപാട് വർഷം സായിപ്പന്മാരുടെയൊക്കെ കാലത്തുള്ളതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നോക്കിയേ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ. ഇക്കരെ നിന്ന് നോക്കിയാൽ അക്കരെ നിന്ന് നോക്കിയാൽ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ മണിക്കല്ലേ. നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം.
ഞാൻ ആ മാടക്കട ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഇത് പാർക്ക് ഇങ്ങനെ പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്, ഇത് ഏറ്റെടുക്കാനായിട്ട് ആളില്ല എന്നുള്ളതാണ്. ഇത് വാടകയ്ക്ക് പഞ്ചായത്ത് വാടകയ്ക്കായിട്ട് കൊടുക്കുന്നതാണ്. ഇത്രയൊക്കെ നിർമ്മിച്ചിട്ട് ഏറ്റെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് നേരത്തെ ഒരു പാർട്ടി എടുത്തു, അവർ പിന്നെ ഇട്ടേച്ച് പോയി എന്നാണ് പറഞ്ഞത്. പഞ്ചായത്ത് നേരിട്ട് നടത്തുന്നുമില്ല. പഞ്ചായത്ത് ഇങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ മണിക്കല്ലിലെ ഈ ചെറിയ തടയണ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വെള്ളം കെട്ടിയിട്ടിരിക്കുന്ന ഇക്കരെ ഒന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ ഇത്. ഏതെങ്കിലും ആൾക്കാരൊക്കെ ഏറ്റെടുത്ത് നടത്തുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പോൾ പഞ്ചായത്ത് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ പാർക്ക് അങ്ങനെ നടത്തത്തില്ല, പഞ്ചായത്തിൻ്റെ പേരിൽ നടത്തുമെന്ന് മാത്രം. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പെരുവന്താനം, ജില്ല ഇടുക്കി, ബ്ലോക്ക് അഴുത, പഞ്ചായത്ത് പെരുവന്താനം. അതിൻ്റെ കീഴിലുള്ളൊരു പദ്ധതിയാണ് ഇതിൻ്റെ അടിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചു നോക്കൂ. അപ്പം അങ്ങനെ ഈ ഒരു സംഭവം ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തുമായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുവാണ്. ഈ മണിക്കല്ലിലെ നമ്മളെ തിലകൻ ചേട്ടൻ്റെ പേരിലുള്ള ഈ പാർക്ക് ഒത്തിരി ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതാരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് നടത്തുമായിരുന്നെങ്കിലേ നല്ലതായിരുന്നേ. ഇവിടെ ഒത്തിരി സംവിധാനമുണ്ട്, വെള്ളമുണ്ട്, ചെറിയ പെഡൽ ബോട്ട് ഇടാം, ചുറ്റോടും കൂടെ കടകളൊക്കെ വരും. അങ്ങനെ കുറച്ച് ആളൊക്കെ കൂടുന്ന നല്ലൊരു സായാഹ്നമൊക്കെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത്. ഒത്തിരി പ്രകൃതി ഭംഗിയുണ്ട് ഇവിടെ, കണ്ടില്ലായിരുന്നു നമ്മൾ നേരത്തെ. അപ്പം ആരെങ്കിലുമൊക്കെ വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ നിന്നും വള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് 11 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കാണുന്നത് മണിക്കൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഗേറ്റാണ് കേട്ടോ. നമ്മൾ അപ്പുറത്തുനിന്നൊരു ഗേറ്റ്, ഇതാണ് മെയിൻ ഗേറ്റ്. അപ്പോൾ നേരത്തെ പാർക്ക് നടത്തിയവരുടെയൊക്കെ ബോട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലെ പഞ്ചായത്തിൻ്റെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, വഴിയോര വിശ്രമ കേന്ദ്രം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നേരത്തേക്ക് ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല, എല്ലാം പള്ളയൊക്കെ കയറി കിടക്കുക. ഈ വഴിക്ക് മുന്നോട്ട് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെക്കേമല, പാഞ്ചാലിമേട്, അങ്ങനെ നമുക്ക് മുറിഞ്ഞുപുഴ ചെന്ന് കയറാം കേട്ടോ. ഈ വഴി ഇപ്പോൾ എവിടം വരെ ഇങ്ങനെ നന്നാക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമുക്കിനി പുറകോട്ട് തന്നെയാണ് പോകേണ്ടതേ. ഇവിടെയും മോളത്തെ ഭാഗത്ത് കൈതപ്പാടമാണ്, കൈതത്തോട്ടങ്ങളൊക്കെയാണ്. ഇത് ഇച്ചിരിയുടെ വലിയ കൈതയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അക്കരെ തേക്കും കൂപ്പും റബ്ബർ എസ്റ്റേറ്റും, അതിന് നടുവിൽ കൂടെ ഈ ഒഴുകി വരുന്ന മണിക്കല്ലാറും. ഇതിങ്ങനെ പാഞ്ചാലിമേടിൻ്റെ അടിമാറ്റിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് വരുന്നൊരു പുഴയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ മണിക്കല്ലിലെ ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഈ പാർക്കൊക്കെ ഒന്ന് ഉണർന്ന് വരുവാനായിട്ട് എല്ലാവരും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാവണ്ടല്ലേ. അങ്ങനെ വരികയായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു സായാഹ്നമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. നല്ല ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഉച്ച സമയത്താണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഒരുവിധ ഇളം കാറ്റും തണുപ്പുമൊക്കെ ഉണ്ട് കേട്ടോ. ഹൈ റേഞ്ചിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ കോട്ടയം ജില്ലയിലേക്ക് എല്ലാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ തിലകൻ ചേട്ടൻ ഈ ഭാഗത്തൊക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എവിടെയാണ് വീടെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ചിലവർ പറയുന്നു ഇതിലെ അങ്ങോട്ട് പോയിട്ട് വള്ളിയാങ്കാവ് പോകുന്ന ആ വഴിക്കായിരുന്നെന്ന് പറയുന്നു. ചില ആൾക്കാർ പറയുന്നു ഈ വഴിക്കായിരുന്നെന്ന് പറയുന്നു. അപ്പം അതിന് കൃത്യമായൊരു രീതിയിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഇത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കൈതപ്പാടമാണ്. ഇവിടെ കണ്ടോ ഇലക്ട്രിക് ലൈനൊക്കെ വലിച്ചിട്ടിരിക്കുന്നുണ്ടോ, വൈദ്യുതി വേലി. ഇത് സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതിൽ ചെന്ന് തൊട്ടാൽ നല്ല അടി കിട്ടും. അടി എന്ന് പറഞ്ഞാൽ നമ്മളെ എടുത്ത് ഒറ്റ ഏറായിരിക്കുമേ. അതാണ് ഇതിൻ്റെ പദ്ധതി. ഡോ നോട്ട് ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട്.
ഈ റബ്ബറും നല്ല പഴക്കം ചെന്ന് നിൽക്കുവാണേ. ഇതും വെട്ടാറായ റബ്ബറാണ്, എന്ന് വെച്ചാൽ വെട്ടിക്കളയാറായ റബ്ബറാണ്. ഇവിടെയും തെളിച്ചിട്ട് അവർ കൈരയൊക്കെ വരുത്തുമായിരിക്കും. ഈ ഒരു സൈഡൊക്കെ ചെറിയ റബ്ബർ മരങ്ങളാണ്. ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, വെട്ടി പാലെടുക്കുന്നതാണ്. ഇതിനെ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. അവിടെ എസ്റ്റേറ്റിൻ്റെ വകയായിട്ടുള്ള കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാവേ. ഈ കലുങ്കിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഈ കൈതപ്പാടത്തേക്കൊന്ന് നോക്കാം. കണ്ടോ, ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന കൈതപ്പാടവും റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഈ മേഖലയൊക്കെ. നമ്മുടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തേക്ക് പോയ ഏലത്തോട്ടമാണ് ഇതുപോലെ കാണുക. ഒരു ചെറിയ കൈത്തോട് ഇവിടുന്ന് ഒഴുകി വരുന്നുണ്ട്. ഇതും ആ മണിക്കല്ലാറിലേക്ക് ചെന്ന് പതിക്കുന്നതാണ്. അവിടുന്ന് പിന്നെ മുണ്ടക്കയവാറ്റിലേക്ക്. ചെറിയ തോടാണെങ്കിൽ ഇത് കാണാനേ ഒത്തിരി നല്ലതാണേ. ഞാൻ നോക്കിയിട്ട് ഈ ഭാഗത്ത് ഇന്ന് നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് തോന്നി. ഈ റബ്ബർ തോട്ടവും അതിനിടയ്ക്കൂടെ ഒഴുകുന്ന ഈ ചെറിയ പുഴയും ഒരു തനി നാടൻ കാഴ്ചയല്ലേ ഇതൊക്കെ. ഇനിയിപ്പോൾ റബ്ബറിൻ്റെ ഇല പൊഴിയാൻ തുടങ്ങും കേട്ടോ. കുറേശ്ശെ പൊഴിഞ്ഞു തുടങ്ങി. ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മരമൊക്കെ ഒരൊറ്റ ഇല പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവേ. അന്നേരം ഒരു 2 മാസത്തേക്ക് വെട്ടുണ്ടാവുക. ഇപ്പം തന്നെ വെട്ട് നിർത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം നമ്മൾ കുറച്ചെങ്കിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചേട്ടനെ കണ്ടേ. പേരെന്നാ? രഞ്ജിത്ത്. ഇച്ചിരി അടുത്ത് വന്നാലേ കാണത്തുള്ളൂ. രഞ്ജിത്ത് എവിടെ താമസിക്കുന്നത്? ആനക്കുളം തന്നെ. ഇത് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ? മണിക്കലിൻ്റെ ഇത് തന്നെയുള്ള TNRൻ്റെ ആനക്കുളം എസ്റ്റേറ്റ് അതല്ലേ? TR-ആൻറ്റി. വള്ളിയാങ്കാവ് റോഡല്ലേ? ഇവിടെയൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയുണ്ടാവും. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരുമായിരുന്നേ. വെള്ളിയങ്കാവ് അമ്പലം. പുറകെ കാണുന്ന കെട്ടിടത്തിലെ ആൾക്കാർ താമസമുണ്ടോ? ഇപ്പോൾ ഇല്ലല്ലേ? ആ കെട്ടിടങ്ങളൊക്കെ പഴയതാണല്ലോ, കാണാൻ നല്ല ഭംഗിയാണേ. അതാ ഞാനിങ്ങനെയൊക്കെ എടുത്തു വരുമായിരുന്നു. എവിടെ പോവാ? അമ്പലത്തിൽ പൂജയ്ക്ക് പോകണം. കൈതൊക്കെ ഉണ്ടല്ലേ? ഞാനിങ്ങനെ പല സ്ഥലത്ത് നിർത്തിയെടുത്ത് ഇങ്ങനെ വരുമ്പോൾ കുറേ സമയം പിടിക്കും. റബ്ബറാ മൊത്തത്തില്ലേ? നമ്മുടെ ഈ തിലകഞ്ചേട്ടൻ്റെ ഒക്കെ വീട് ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ. തിലകഞ്ചേട്ടൻ്റെ ഒക്കെ ആ വഴിക്കാണോ? ആ വഴിക്ക് അങ്ങനെ പോകണം അല്ലേ? താമസക്കാരുണ്ടല്ലേ? ഈ വഴിക്ക് താഴോട്ട് പോയാലേ സായിപ്പന്മാരുണ്ടാക്കിയ പണ്ടത്തെ ഒരു പാലം നമുക്ക് കാണാം. മണിക്കല്ല് ഡിവിഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഏതോ ഒരു ഡിവിഷനും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കാവേ. ആനക്കല്ല് ഡിവിഷൻ, മണിക്കല്ല് ഡിവിഷൻ. അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് ഇതേ. പാല് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംവിധാനം കണ്ടോ? റബ്ബർ പാല് അതിൽ കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കും. അതിൽ നിന്ന് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടു പോകും. ഇത് മുന്നോട്ട് പോകുന്നത് ആ സായിപ്പന്മാർ ഉണ്ടാക്കിയ പാലം നമുക്ക് കാണാവേ. മണിക്കല്ലിൽ നിന്ന് ആനക്കല്ലിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതിലേ കയറി ആനക്കല്ലിലേക്ക് പോകാൻ പറ്റുമേ. അന്നത്തെ കാലത്തെ ആ നിർമ്മിതി ഉണ്ടോ? ഇരുമ്പ് ഗാർഡറിലെ നമ്മൾ മണിക്കല്ല് കണ്ടില്ലായിരുന്നോ താഴെ ആ പാർക്കിൻ്റെ അവിടെ? ഇതിൻ്റെ താഴെ കൂടെ നല്ലൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ടേ. ഒത്തിരി ഭംഗിയാട്ടോ ഇവിടെ ഒക്കെ കാണാൻ. ആ പുഴയൊന്ന് കാണാം. ഉണ്ടോ വെള്ളം ഒഴുകി വരുന്ന നോക്കി. പാലത്തേക്കൂടെ ഒരു ഓട്ടോ വരുന്നുണ്ടേ. ആ സൈഡിൽ കൂടെ പുഴയിലോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ടേ. ഒന്ന് പോയി നോക്കിയാലോ? ഇതാണ് പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയേ. നല്ല തണുത്ത വെള്ളമായിരിക്കും. ഇതിലേക്ക് ഒത്തിരി ആൾക്കാർ വരുന്നതാണെന്ന് തോന്നുന്നേ. എന്താ ഒരു നാട്ടിൻപുറത്തെ പുഴയുടെ ഭംഗി നോക്കി. ഇതും മുണ്ടക്കയത്തൊക്കെ ചെല്ലുന്ന പുഴയാണ്. മുകളിലേ ആ പാലം കണ്ടോ? നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയത്.
എന്തായാലും ഈ പുഴ കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. മണിക്കല്ല് പുഴ. ആ വെള്ളം ഇങ്ങനെ പാലത്തിനടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. വെള്ളത്തിലൊന്ന് ഇറങ്ങിയിട്ട് വരാവേ. നല്ല തണുത്ത വെള്ളം. ചെറിയ തണുപ്പുണ്ട് കേട്ടോ, വലിയ തണുപ്പൊന്നുമില്ല. ചെറിയ തണുപ്പുണ്ടേ, അത്ര വലിയ തണുപ്പൊന്നുമില്ല. ഇവിടെ ഇച്ചിരി കാലാവസ്ഥ ചൂടുള്ള സ്ഥലമല്ലേ. എന്നാ തണുപ്പുണ്ടോ നോക്കി, തണുപ്പുണ്ടോ നോക്കി. തണുപ്പൊക്കെ ഇത്രേ ഉള്ളൂ. അതുപോലെ ഈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ഇവിടെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ടാണേ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേണ്ട ഒരു നല്ലൊരു കെട്ടിടം ഇരിക്കുന്നുണ്ടോ. ആ കെട്ടിടം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതായത് ഒരു പഴയ ഓടിട്ട കെട്ടിടം. എനിക്കൊക്കെ അതിനൊക്കെ നല്ല പഴക്കം കാണും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോഴേ ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാവേ. ശ്രീ ശാരദാ ഗുരുദേവ ക്ഷേത്രം, ആനക്കുളം. വീണ്ടും നമ്മുടെ മുന്നിൽ ഏക്കറുകളോളം പരന്നിങ്ങനെ കിടക്കുന്ന കടൽ പോലെ കിടക്കുന്ന കൈതപ്പാടങ്ങൾ കണ്ടോ. ഇതിനകത്തൊക്കെ കുറേ പള്ളയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് ഇവർ പണിക്കൊന്നും വന്നില്ല എന്ന് തോന്നുന്നു, പണിക്കൊക്കെ വരുന്നേ ഉള്ളൂ. ഇവിടെ വെള്ളമില്ലല്ലോ, ഇവിടുത്തെ വെള്ളം പറ്റിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയും നോക്കിയേ, നല്ല ഭംഗിയുള്ള റബ്ബർ തോട്ടം വെട്ടൊക്കെ നിർത്തിയിരിക്കാൻ തോന്നുന്നു. ഈ റബ്ബറിൻ്റെ മരങ്ങളെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന കാണാനേ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നമുക്കേതായാലും ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് വരാവേ. ഞാനിപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. അത് നോക്കിയേ, അവിടെ ഒരു കിണറാണ് കാണുന്നത് കേട്ടോ. അതൊക്കെ എത്ര വർഷം മുമ്പ് കുഴിച്ചൊരു കിണറായിരിക്കും. അന്നൊക്കെ ഇവിടെ വെള്ളത്തിനൊക്കെ ക്ഷാമമായിട്ട് ഉണ്ടാക്കിയ കിണറായിരിക്കും. ഇന്ന് ആ കിണറിൽ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല, വെറുതെ കിടക്കുക. ഇങ്ങനെയുള്ള വഴിയെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ ഒരു പ്രത്യേക രസം കേട്ടോ. പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നോക്കണേ. ഇവിടുത്തെ റബ്ബർ തോട്ടത്തിനും ഇവിടുത്തെ കൈതപ്പാടത്തിനും ഒരു അന്തമില്ല കേട്ടോ. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. പണ്ട് സായിപ്പന്മാർ ഇവിടെ വന്ന് ഈ കൃഷിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് എത്ര നന്നായി അല്ലേ. നമ്മുടെ മർഫി സായിപ്പാണ് കേട്ടോ ഇതിനകത്ത് മെയിൻ ആളെ. പുള്ളിയാണ് ഇവിടെ എല്ലാം ഏറ്റെടുത്ത് ആദ്യം വലിയ വലിയ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കി പിന്നെ TRNTക്കൊക്കെ കൊടുത്തത് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കൃത്യമായ കാര്യങ്ങൾ നമുക്കറിയില്ല കേട്ടോ. ഞാനൊരിക്കൽ വള്ളിയാങ്കാവ് പോയപ്പോൾ കുറേ ഭാഗം റോഡ് നന്നായിരുന്നുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വീണ്ടും നമ്മൾ കൈതപ്പാടത്തിലേക്ക് എത്തി കേട്ടോ. ഇവിടെയും സോളാർ വേലിയൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടേ. പക്ഷേ ഈ ഒരു ചുറ്റുവട്ട കാഴ്ചകളെ എത്ര നല്ലതല്ലേ. ഇങ്ങോട്ട് കയറരുതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ കൈതയൊക്കെ ഇച്ചിരി കൂടെ ഒരു എന്താ പറയുക കൊഴുപ്പുണ്ടല്ലേ അപ്പുറത്തേനെക്കാട്ടിലും. കുറച്ചുകൂടെ ഇവർ പണി ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും കിടക്കേണ്ടതാണ്. അപ്പം നമ്മളിങ്ങനെ വന്നപ്പം ഈ കൈതക്കാട്ടിലൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇവരെ മരുന്നൊക്കെ അടിക്കുകയും വളവിടിയിൽ അങ്ങനെയുള്ള പണികളൊക്കെയാണ്. അപ്പോൾ മുന്നോട്ടുള്ള വഴി നല്ല വഴിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വള്ളിയാങ്കാവ് വരെ ഒന്ന് പോയി നോക്കിയാലോ. വീഡിയോ ഭയങ്കര ലെങ്ത് ആകുമെന്ന് എനിക്കൊരു ഡൗട്ട്. ഈ റബ്ബർ കാടിനിടയ്ക്കുള്ള യാത്രയൊക്കെ
നമ്മുടെ ഏലത്തോട്ടത്തിൽ കൂടെ പോകുന്നല്ലോ അല്ലേ, അതിനേക്കാൾ ഇച്ചിരൂടെ നല്ല. ഇവിടെ നേരത്തെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ മാറിയോടുകൂടി അത് വറ്റിപ്പോയി. അങ്ങോട്ട് നോക്കിയേ, ആ റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങോട്ട് വഴിയിലോട്ട് ചാഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ റബ്ബർ മരത്തിൻ്റെ ഇലയെല്ലാം കംപ്ലീറ്റ് പൊഴിഞ്ഞു തീർന്ന പോലെ ആയി കേട്ടോ. ഇനി കുറച്ച് ഇലകളും കൂടെയൊക്കെ പൊഴിയാനുള്ളേ, കാലിയായിട്ട് നിൽക്കുന്ന നോക്കിയേ. അതുകൊണ്ടിപ്പോൾ ഇവിടെയൊക്കെ വെട്ടൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പം നമ്മൾ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. എസ്റ്റേറ്റിനുള്ള അവിടെ ഉണ്ട് ഒരു വീടൊക്കെ കാണാവേ, പഴയ വീട് കണ്ടോ. പിന്നെ അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി നോക്കി, ആ വഴിക്ക് ആ റബ്ബർ മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോഴും ഇല ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനിയും വീണ്ടും മുന്നോട്ട് പോകണം വള്ളിയാങ്കാവ് റൂട്ടിലേക്ക്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വള്ളിയാങ്കാവിലേക്ക് ഇനി 6 കിലോമീറ്റർ. നേരത്തെ നമ്മൾ മണിക്കല്ലിൽ നിന്ന് കണ്ടത് 11 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ 5 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് വന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ ഒരു 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. ഇവർ വള്ളിയാങ്കാവിലൊക്കെ പോയിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. വള്ളിയാങ്കാവ് പോയിട്ട് വന്നതാണോ? ഭക്ഷണം കഴിക്കുക ഇവിടെ ഇരുന്ന്. പേരെന്നാ? അപ്പു. എവിടെയാണ് താമസിക്കുന്നത്? കോട്ടയം നിന്ന് വന്നാണോ ഇവിടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട്? ഇന്ന് അമ്പലത്തിൽ നിന്ന് വിശേഷമുണ്ടോ? വിശേഷമൊന്നുമില്ല, അങ്ങനെ വന്നാ അല്ലേ? എങ്ങനെയുണ്ട് അവിടെ? ആളുണ്ടോ? ആള് കുറവാ അല്ലേ? അടച്ചിട്ടിരിക്കുക അല്ലേ? നമുക്ക് പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണാം അല്ലേ? കടകളൊക്കെ ഉണ്ടോ അവിടെ? എല്ലാം അടച്ചിട്ടിരിക്കുക അല്ലേ? വയ്യാറാകുമ്പോഴേ തുറക്കുള്ളൂ. ശരിയെന്നാൽ ഞാൻ അതിലൊക്കെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ വരാം. ഇവിടെ ഒരു വഴി കാണാവേ, മെയിൻ മാങ്കുളം എസ്റ്റേറ്റിലേക്ക് പോകുന്നൊരു വഴി ഇതാണ്. ഇവിടെ ഒരു പഴയ ഗേറ്റൊക്കെ കണ്ടോ. ഇങ്ങോട്ട് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഇവിടെ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണേ. ഇനി അങ്ങോട്ട് വഴി അത്ര ഓക്കെ അല്ലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. കുറച്ച് ഭാഗമുള്ള നല്ല വഴി. ഈ വഴി സൈഡിൽ ഇവിടെ നമുക്കൊരു പഴയ വീടൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാം. അപ്പം മഴയൊക്കെ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതൊരു പഴയ ഷീറ്റ് വരെയാണ് കേട്ടോ. മെഷീനൊക്കെ വെച്ചിട്ട് ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുക. വലിയൊരു മരം നിൽക്കുന്നുണ്ട്, നല്ല പടർപ്പാട്ടോ. ഇതൊരു പേഴ് പോലത്തെ എന്തോ ഒരു മരമാണേ. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ഇടയിൽ കൂടെ ഒരു പുഴ അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന കാണാം. ആ പുഴയാണ് താഴോട്ട് ഒഴുകുന്നത് നമ്മൾ നേരത്തെ കണ്ടേ. പിന്നെ ഇതിലെ ഒരു വഴിയുണ്ടോ, ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയുണ്ടാക്കിയ വഴികളൊക്കെയാണ്. ഈ വഴി എങ്ങനെ ചെന്ന് കയറുന്നത് ലൈൻസിലോട്ടോ അവിടെ ഒരു വീട്ടിലോട്ടോ ഒക്കെയാണ്. അവിടെ ഒരു ഗേറ്റൊക്കെ കാണാം. ഞാനിപ്പോൾ ആലോചിക്കാം, ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോകണോ? അവിടെ അമ്പലമൊക്കെ അടച്ചിരിക്കുക, ഒരു കട പോലും. ഞാനാണെ ഒന്നും കഴിച്ചില്ല, രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചത് മാത്രമേ ഉള്ളേ. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്ന സ്ഥലം കുപ്പക്കയമാണ് കേട്ടോ. ഇത് പഴയ ഒരു സെക്യൂരിറ്റി ഓഫീസൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്തൊക്കെ ഇതിലോട്ട് വരണമെങ്കിൽ ഇവിടെ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പെർമിഷനൊക്കെ എടുത്ത് വേണമായിരുന്നു എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇതിലെ പഞ്ചായത്തിൻ്റെ റോഡൊക്കെയാണ്. ഈ സെക്യൂരിറ്റി ഓഫീസിൻ്റെ പുറകിലൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഒരുപാട് പഴക്കമുള്ളൊരു LP സ്കൂളാണിത്. അതുകൊണ്ടോ കുപ്പക്കയം LP സ്കൂൾ. അപ്പോൾ ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവില്ലേ. ഗവൺമെൻറ് LP സ്കൂൾ കുപ്പക്കയം. കുറേ പിള്ളേരൊക്കെ അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പഴയ ഓടിട്ട കെട്ടിടമാണ്. ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇത് ചെറിയ പഴക്കമൊന്നുമല്ല. സ്കൂളിൻ്റെ കുറേ കെട്ടിടങ്ങൾ വേറെ എന്തൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ ഈ പഴയ സ്കൂളൊക്കെ കാണുമ്പോഴേ ഞാൻ പഠിച്ച ഒരു LP സ്കൂള് മലബാറിലാണേ. അവിടുത്തെ ഒരു ഓർമ്മയൊക്കെ എനിക്കിങ്ങനെ വരും. പക്ഷേ അതിനോട് ചേർന്നൊരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല. ഇത് ഗവൺമെൻറ് സ്കൂളും അത് പ്രൈവറ്റ് സ്കൂളും ആയിരുന്നെന്ന് മാത്രം.
ആ സ്കൂളിൻ്റെ ഇപ്പുറത്തെ പണി തീരാത്തൊരു കെട്ടിടം. ഞാൻ ആദ്യം വിചാരിച്ച സ്കൂളിൻ്റെ ആയിരിക്കുന്നേ, പക്ഷേ സ്കൂളിന് അവിടെ വേറെ അതിര് തിരിച്ചിരിക്കുകയാണ്. ഇതൊരു പള്ളിയോ മറ്റോ ആയിരുന്നോ പണിയാൻ ഉദ്ദേശിച്ചത്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പുറത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. പിള്ളേരെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വിട്ടിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ആ ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു വള്ളി തൂങ്ങി കിടക്കുന്നു നോക്കിയേ, എത്ര ഹൈറ്റിലാണെന്നറിയത്. ഈ മരച്ചാർത്തും എല്ലാം കൂടെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇവിടെ. ഇത് പള്ളിയല്ലായിരുന്നല്ലേ, ഇത് ഈ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ ബോർഡിൻ്റെ എന്തോ ഒരു സംഭവമായിരുന്നു കേട്ടോ. കുപ്പക്കയം എസ്റ്റേറ്റിൻ്റെയാണ്, പള്ളിയൊന്നുമല്ല, എസ്റ്റേറ്റിൻ്റെ എന്തോ ഒരു കെട്ടിടം പണിതിട്ട് പണി ഇടയ്ക്ക് നിർത്തിപ്പോയാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ കുളമൊക്കെ കാണാവേ. ഇത് റബ്ബർ എസ്റ്റേറ്റിലേക്കൊക്കെ വെള്ളം അടിക്കാനുള്ളൊരു കുളമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു എനിക്ക് തോന്നുന്നത്. ഈ എസ്റ്റേറ്റിലെയാണെന്ന് തോന്നുന്നു. അവിടെ നിന്നൊരു ട്രാക്ടർ ഇങ്ങനെ വരുന്നുണ്ടേ. ഇതിൽ വെള്ളവും മരുന്നും ഒക്കെ തോട്ടത്തിലേക്ക് എത്തിക്കുന്ന, അതുപോലെ വളമൊക്കെ എത്തിക്കുന്ന ഒരു വാഹനമാണ് അത്. തേയില എസ്റ്റേറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കുറേ. ഈ ട്രാക്ടറൊക്കെ ഇങ്ങനെയുള്ള ഭാഗത്തെ കാണാൻ നല്ലതാണ്. അതിൻ്റെ പോക്ക് കണ്ടോ, മണിക്കൽ എസ്റ്റേറ്റിലെ വണ്ടിയാണ്. വീണ്ടും ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ. കുപ്പക്കയം ജംഗ്ഷൻ തന്നെയാണിത്. ഇതിവിടെ ഒരു കെട്ടിടമൊക്കെ കണ്ടോ, പാൽ സംഭരണ കേന്ദ്രമാണേ. റബ്ബർ തോട്ടത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന പാല് ഇതിലേക്ക് അവർ ഒഴിക്കും. എന്നിട്ട് ആ വാൽവ് വഴി ഇവിടെ വണ്ടി വന്ന് നിൽക്കും, ടാങ്കർ, അതിലേക്ക് ഊറ്റിയെടുക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംവിധാനം എല്ലാ എസ്റ്റേറ്റിലും. പഴയ പോലെ ഷീറ്റ് അടിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. ഇവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് കിടക്കുന്ന വഴി വള്ളിയാങ്കാവിലേക്ക് പോകുന്നതാണേ. പിന്നെ ഇത് ചെന്നാപ്പാറ മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ വഴി പോകണോ ഈ വഴി പോകണോ എന്നുള്ളൊരു ഇതായി. സ്വാഗതം ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട് അവിടെ. ഈ പോകുന്ന വഴിക്ക് 2 അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. റബ്ബർ മരങ്ങളെല്ലാം നല്ല നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ടോ. ഒരു ഇല പോലും അനങ്ങാതെ. കാറ്റെന്ന് പറയുന്ന സംഭവം ഇല്ലേ ഇല്ല. ഇപ്പം നമ്മളൊരു 2-3 കിലോമീറ്ററായിട്ട് ഇതുപോലത്തെ ഈ സോളിങ് റോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ പെട്ടു, ഈ ഒരു രക്ഷയില്ലാത്ത സ്ഥലത്തേക്ക് വന്നെന്ന് പറഞ്ഞ പോലെയായി. ഇനിയിപ്പോൾ മുന്നോട്ട് പോകാനുണ്ടേ. മുന്നോട്ട് പോകാനിതാ വണ്ടി ഞാൻ അവിടെ വെച്ചിരിക്കുക. ഈ റോഡിലൊരു അവസാനമില്ല, ഇങ്ങനത്തെ റോഡാണ് ഇനി പോകേണ്ടത്. ഇപ്പോൾ കുപ്പക്കയം സ്കൂളേ നമ്മൾ കഴിഞ്ഞത്. ഇനി കുപ്പക്കയം എന്ന് പറഞ്ഞ ജംഗ്ഷൻ മെയിനായിട്ട് മുന്നിൽ വരാനുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ അവിടെ കൊണ്ട് വീഡിയോ നിർത്തി തിരിച്ചു പോരും കേട്ടോ. മുകളിലോട്ട് വഴി വളരെ മോശമാണെങ്കിൽ ഇങ്ങനത്തെ സോളിങ് വഴിയെ പോക്ക് ഭയങ്കര പെടാപ്പാടാണ്. ഒന്നും വിചാരിക്കരുത്. ഈ വഴിയൊക്കെ നന്നായി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേലും നമുക്ക് വള്ളിയാങ്കാവ് അമ്പലമൊക്കെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ മാത്രമല്ല, എൻ്റെ പഴയ വീഡിയോയിൽ വള്ളിയാങ്കാവ് അമ്പലത്തിൽ ഞാൻ പോയതിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ടേ. ഏതായാലും നമുക്ക് കുറച്ച് മുന്നേ പോകാം. ആ കുപ്പക്കയം ജംഗ്ഷൻ അവിടെ ഒരു ഇതായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എന്തായാലുമൊക്കെ കുടിച്ചേച്ച് തിരിച്ചു പോരാം. നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ, ഈ വഴിക്കൂടെ വേണം തിരിച്ചു പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുപ്പക്കയം എന്ന് പറഞ്ഞ മെയിനായിട്ടുള്ള ആ ഭാഗത്തെത്തിയേ. കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു SNDPയുടെ ഒരു അമ്പലത്തിൻ്റെ ഒക്കെ കാണാം. താഴെ ചെറിയ അമ്പലമൊക്കെ ഉണ്ടേ. പിന്നെ ഇത് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കെട്ടിടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. ഒരുപാട് വർഷം പഴക്കമുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഇത്. അപ്പുറത്തോട്ടെല്ലാം പിന്നെ ഇതവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു അങ്കണവാടിയുണ്ട്. പിന്നെ അങ്ങോട്ട് കൈതക്കാടുകളൊക്കെയാണ്. മസ്റ്റർ ഓഫീസ്, പഴയ മസ്റ്റർ ഓഫീസൊക്കെയാണ്. അത് ലൈൻസ് ലയം ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇങ്ങ് മുന്നോട്ട് കിടക്കുന്ന വഴിയും ഭയങ്കര സോളിങ് വഴിയാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഇനിയിപ്പോൾ അധികം പോകുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടൊക്കെ കണ്ടു പോകാമെന്ന് വെച്ചാൽ. ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ കഴിഞ്ഞാൽ ഞാൻ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചേ. ഇവിടെ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മടുത്തു പോയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചില്ല. താഴെ നിന്നുള്ള വഴിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ കയറി വന്ന് ഇവിടം വരെ എത്തി. കുപ്പക്കയം ജംഗ്ഷനിലെത്തി. ഇതാണ് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചൊരു കട, ഇവിടുത്തുകാരുടെ തന്നെ. ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിട്ട് വരാം. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പുറത്തോട്ട് വള്ളിയാങ്കാവൊക്കെ പോകുന്ന വഴി നമുക്ക് കാണാം. വള്ളിയാങ്കാവിലേക്ക് പോകുന്നില്ല. അങ്ങോട്ട് ഇച്ചിരി കയറ്റമൊക്കെ ഉണ്ട്, ഇറക്കമുണ്ട് താഴോട്ട്. ഇങ്ങനെയുള്ള റോഡാകുമ്പോൾ
ഭയങ്കര പാടാ. ഈ പഴമയുള്ള കെട്ടിടങ്ങളുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അവിടെ ഒരു സ്മാരക മന്ദിരമൊക്കെ ഉണ്ട്, ഒരു സ്മാരകമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ കുപ്പക്കയം ഭാഗത്തുള്ള കാഴ്ചകൾ. ചുറ്റോടിയിട്ട് ലൈൻസൊക്കെയാണ് പഴയ കെട്ടിടങ്ങളൊക്കെ. ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ വള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി. നമ്മൾ ഈ വഴിയൊക്കെ നന്നായി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇതിലെ വരണം, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മളെ കുപ്പക്കയത്താണേ. കുപ്പക്കയം മെയിനായിട്ടുള്ള ഭാഗത്ത് ഇവിടെ വന്നപ്പം എനിക്ക് വണ്ടി ഓടിച്ച് മതിയായി. ഈ ഷോളിങ് നല്ല ഉരുളങ്കല്ലാണ് വഴി കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഇങ്ങനെ തെറ്റി കയറി വരുന്നത്. അങ്ങോട്ട് എങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വള്ളിയങ്കാവ് വരെ പോകണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ അമ്പലമൊക്കെ അടച്ചിരിക്കുക, അവിടെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. ആളൊക്കെ ഉള്ളപ്പോൾ പോയാലും ഒരു രസമുള്ളേ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ. അല്ലാതെ ഇപ്പം ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ല. അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.